നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്ന് വാഷിങ്ങിന് കൊടുത്തായിരുന്നേ. അവർക്കേന്ന് വന്നതാണോ എന്നുള്ളതൊന്നും ഞാൻ ഉറപ്പ് പറയണില്ല. ഫുള്ള് ഫോം വാഷ് ചെയ്യുന്ന കൂട്ടത്തിൽ സ്ക്രബ് ചെയ്യുന്ന കൂട്ടത്തിൽ വരുന്ന ആ ഒരു സ്ക്രാച്ച് ഉണ്ടല്ലോ മുഴുവൻ ബോഡിയിൽ, ഈ ബോണറ്റിൽ നല്ല രീതിയിൽ കാണാൻ പറ്റും. വെളിയിൽ നിന്ന് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഇഷ്യൂ വന്നതെന്നൊന്നും പറയണില്ല. എനിക്കൊരു ഉറപ്പും പറയാൻ പറ്റൂല. ഈ പണി കഴിഞ്ഞപ്പോൾ ഒരു സംഭവമായിട്ട് ഞാൻ ശ്രദ്ധിച്ചത് കൊണ്ട് ഞാൻ അവർക്ക് പറഞ്ഞിട്ടുണ്ട്, ബ്രോ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കണം, സ്റ്റാഫ് ടീമിനെ ഒന്ന് ശ്രദ്ധിച്ചോണം, മോണിറ്റർ ചെയ്തോണം പറഞ്ഞിട്ടുണ്ട്. കാരണം നാളെ ഒരു ഇഷ്യൂ ഉണ്ടായാലും അവരുടെ ബ്രാൻഡിനൊന്നും പറ്റരുതല്ലോ. കാരണം നമുക്കറിയാം ഒരു ബ്രാൻഡിനെ കഷ്ടപ്പെട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ നമ്മളെന്തായാലും വാഷിങ്ങിനെ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു ടീം പ്രൊഫഷണലാണെന്ന് 100% നമ്മൾ മോണിറ്റർ ചെയ്ത് ചെക്കൊക്കെ ചെയ്തിട്ടേ കൊടുക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഫുള്ളൊരു PPF എന്തായാലും ചെയ്യണം. ഇച്ചിരി പൈസ ചിലവായാലും കുഴപ്പമില്ല, നമ്മുടെ ചെക്കൻ്റെ ഒരു സേഫ്റ്റി നമ്മുടെ ഉത്തരവാദിത്വമാണ്. പിന്നെ ഈ ഒരു സാധനം ഡോക്ടർ സിമ്പിളും കാര്യങ്ങളൊന്നും അല്ല. OLX കണ്ടപ്പോൾ ഞാനും തെറ്റിദ്ധരിച്ചിട്ടാണ് മലപ്പുറം പോയത്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മനുഷ്യൻ യൂസ്ഡ് ആയിരുന്നു, അതുകൊണ്ട് വണ്ടി നല്ല പെർഫെക്റ്റ് കണ്ടീഷൻ ആയിരുന്നു. ഇനിയിപ്പം പുതിയ സ്റ്റാൻഡേർഡ് മനുഷ്യൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് വണ്ടിയുടെ ഹെൽത്തും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം.